ഞാൻ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ വീട്ടിലോട്ട് അങ്ങ് കയറരുതെന്ന് പറഞ്ഞാൽ ഞാൻ കയറുമോ? ഞാൻ ആ വീടിനെ പറ്റിയേ ഓർക്കില്ല. പിന്നെ ഇപ്പോൾ ഗുരുവായൂർ കയറ്റിയില്ലെങ്കിലും വേറെ പല സ്ഥലത്ത് ഗുരുവായൂരപ്പൻ്റെ അംശങ്ങളൊക്കെ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു പ്രശ്നമില്ല. അവിടെ വേണേൽ പോകാമല്ലോ, പോകണമെങ്കിൽ. അങ്ങനെ ചിന്തിക്കാതെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഒരു ഭാഗത്ത് ജാസ്മിൻ ജാഫറിനെ സംരക്ഷിക്കുന്ന ഭക്തർ തന്നെ ഉണ്ടെങ്കിലും മറുഭാഗത്ത് ജനൻ TV പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വർഗീയതയുടെയും വംശീയതയുടെയും ആളിക്കത്തലുകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കാനും ആളിക്കത്തിക്കാനും വർഗീയ രാഷ്ട്രീയം പറയുന്നവരും കലി തുള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോവുകയേ അരുത്. പറഞ്ഞു വരുന്നത്, നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളും എത്രയോ സുന്ദരമായ ഇടങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് അമ്പലത്തിലോ പള്ളികളിലോ ചർച്ചുകളിലോ പോയി ഫോട്ടോ എടുക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ അനുവാദം വാങ്ങിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓരോ മതവിഭാഗങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് അത്രയും പ്രിയപ്പെട്ടതും ഏറെ അവർ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമാണ്. ചില കാവുകളുടെ പരിസരങ്ങൾ പോലും ആചാരത്തിന്റെ ഭാഗമായി വളരെ പവിത്രമായി കാത്തുസൂക്ഷിക്കാറുണ്ട്. ആ മതത്തിന്റെ ആചാരത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന്റെ പാപപരിഹാരത്തിനായി ശുദ്ധി കലശം നടത്താറുണ്ട്. അതിന് ഭീമമായ തുക ചെലവാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഗുരുവായൂർ അമ്പലത്തിൽ കയറി റീൽസ് ചിത്രീകരിക്കുകയും മറ്റുള്ളവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും ചെയ്താൽ അതിന് തീർച്ചയായും വലിയ വില തന്നെ നൽകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഭാഗമായി അലിഖിതമായ കുറെ നിയമങ്ങളുണ്ട്. അത് നമ്മൾ വിവേകം ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത്. ജാസ്മിൻ ജാഫറിന്റെ പുതിയൊരു വർക്കുമായി ബന്ധപ്പെട്ട് 7 ദിവസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റിലെ എല്ലാവരോടും സൗമ്യമായും എനർജറ്റിക്കായും വളരെ പക്വമായും പെരുമാറുന്ന ജാസ്മിന് തീർച്ചയായും ഇത് ഒരു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ആ പക്വതയുള്ളത് കൊണ്ട് തന്നെയാണ് ജാസ്മിൻ ആ സമുദായത്തോട് മാപ്പ് ചോദിച്ചതും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു മാപ്പ് പറച്ചിലിൽ അലിഞ്ഞില്ലാതാവുന്നതല്ല ഇത്തരം പ്രവൃത്തികൾ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാളെങ്കിലും വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ ജാസ്മിനോ അതിന്റെ ക്യാമറാമാനോ ഒന്നും കഴിയില്ല. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് പരമ്പരാഗത വിശ്വാസവും പൗരോഹിത്യവും യാഥാസ്ഥിതികതയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഇനിയും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കാലങ്ങൾ കഴിയുമെന്നിരിക്കെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മറ്റു മതവിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ അപമാനിക്കാതിരിക്കുക എന്നുള്ളതും അതിനെ ഇകഴ്ത്താതിരിക്കുക എന്നുള്ളതും വിവേകത്തിന്റെ ഭാഗമായി നമ്മൾ തുടരേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്.